എൻ്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ റെനോൾട്ടിൻ്റെ ഷോറൂമിൽ നിന്നാണേ. നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ട്രൈബർ RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോ കൂടെ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. മാനുവലിലോട്ട് വരുമ്പോൾ നമുക്കൊരു 4 വേരിയൻറ്റ്. ഏറ്റവും ബേസ് മോഡൽ RXC എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പക്ഷേ RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. തേർഡ് എന്ന് പറയുമ്പോൾ RXT, RXZ ഇങ്ങനെയാണ് ഇതിൻ്റെ വേരിയൻസ് വരുന്നത്. നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 5.99 എക്സ് ഷോറൂം പ്രൈസിലാണ് നമ്മളിത് ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു 7 സീറ്റർ വെഹിക്കിൾ ഒരു അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്ന ഒരു 5.99 ഉള്ളൂ. ഓൺ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7.32 ഇൻക്ലൂഡിങ് വാറണ്ടി ആക്സറീസും ഇത്രേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു വെഹിക്കിൾ. ഇതിനകത്ത് നമുക്ക് മാനുവലിൽ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കലി വരുമ്പോഴത്തേക്ക് RXT, Z രണ്ട് വെഹിക്കിൾസിലാണ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻ വരുമ്പോൾ ഏറ്റവും ബേസ് മോഡലിൽ വൈറ്റ് ആൻഡ് സിൽവർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം ഈ വേരിയൻറ്റ് RXL എന്ന് പറയുന്ന വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് വൈറ്റ്, സിൽവർ, ബ്ലാക്ക്, സെഡാർ ബ്രൗൺ, മെറ്റൽ മസ്റ്റാർഡ് ഇത്രയും കളേഴ്സും ഉണ്ട്. ഇതിന് ഡുവൽ ടോൺ ഓപ്ഷൻസും ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഡുവൽ ടോണും വരും. നമുക്ക് ബാക്കി ഫീച്ചേഴ്സും കൂടെ നമുക്കൊന്ന് കാണാം. ഉള്ളത് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. നമ്മൾ ബേസ് മോഡൽ തൊട്ട് തന്നെ ഡുവൽ എയർ ബാഗ്, ABS, CBD, സെൻസേഴ്സ്, ട്രാക്ഷൻ കൺട്രോൾ, ESP, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പിന്നെ ടയർ പ്രഷർ മോട്ടർ. ഇത് ഇത്രയും ഫീച്ചേഴ്സോളം നമ്മളൊരു ബേസ് മോഡൽ ഒരു 5.99 വണ്ടിയുടെ ബേസ് മോഡൽ തൊട്ട് തന്നെ നമ്മൾ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു RXL വേരിയന്റിൽ വരുമ്പോൾ ഉള്ള ഫീച്ചേഴ്സാണ് ഇന്റീരിയർ സ്പേസും കാര്യം. നമുക്ക് ഇതിനകത്തൊരു 2-in ബ്ലൂടൂത്തിൻ്റെ ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ഡോർ പവർ വിൻഡോസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് പിന്നെ AC പവർ സ്റ്റിയറിംഗും ഞാൻ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു സെക്കൻഡ് റോ, തേർഡ് റോ AC വിൻസ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തൊരു 2 പില്ലേഴ്സിലായിരിക്കും സെക്കൻഡ് റോയുടെ AC വിൻസ് വരുന്നത്. പിന്നെ തേർഡ് റോയിൽ നമുക്ക് മുകളിൽ തന്നെ തേർഡ് റോ AC വിൻസും വരുന്നുണ്ട്. ഒരു 14 ഇഞ്ച് വീൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഫ്രണ്ട് 2 ഡിസ്കും ബാക്ക് ഡ്രമ്മും ആയിരിക്കും വരുന്നത്. ഏറ്റവും ബാക്ക് സീറ്റ്സ് വരുന്നത്, ഈ ബാക്ക് സീറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഈസി ഫിക്സ് സീറ്റ്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഈ ജസ്റ്റ് ഈസി ഫിക്സ് ആണ്. 2 സീറ്റും ഊരി മാറ്റാം. നമുക്ക് ഊരി മാറ്റിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 625 ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പെയർ ടയേഴ്സൊക്കെ വരുന്നത് ഇവിടെ ആണ്. ഇതൊന്ന് നെട്ടൊന്ന് ലൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെയർ ടയേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ഈ കാണുന്നൊരു ബ്ലാക്ക്, സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ റിമോട്ട് സെൻട്രൽ ലോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓഫ് സ്വിച്ചസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് ഡോർ അൺലോക്ക്, ഹസാർഡ് ലൈറ്റ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് സെക്കൻഡ് റോ, തേർഡ് റോ AC വിൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഒരു നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിന് നമുക്ക് ഫിനാൻസിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഓൺ റോഡ് 90% നമുക്ക് ഫണ്ടിങ് കൊടുക്കാം. എന്താ വെച്ചാൽ വണ്ടി വില, ഇൻഷുറൻസ്, റോഡ് ടാക്സിന് 90% ഫണ്ടിങ് കൊടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. നമുക്കത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.